ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇനി നമുക്ക് വളരെ രുചികരമായിട്ട് തനി നാടൻ രീതിയിൽ തക്കാളി ഉലർത്തിയെടുക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തേത്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്നതും വയറു നിറയെ തന്നെ ചോറുണ്ണാൻ പറ്റുന്നതുമായ തനി നാടൻ കറിയാണ്. നമ്മുടെ വീട്ടിൽ നിത്യമുള്ള ഒന്ന് തന്നെയാണ് തക്കാളി. തക്കാളി വെച്ചിട്ട് വളരെ രുചികരമായിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന നല്ലൊരു കറി കൂടിയാണ്. ഇനി നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ദോശ, ഇഡ്ഡലി, അപ്പം, ചപ്പാത്തി എന്നിവയ്ക്കും ഈ ഒരു കറിയെ സൈഡായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നല്ലൊരു തക്കാളി ഉലർത്തി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. തക്കാളി ഉലർത്തി തയ്യാറാക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ തക്കാളിയെ ഒന്ന് പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്ത് കൂടെ വെക്കണം. ഇനി നമുക്ക് കറിയെ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ചൂടായ മൺചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1/2 സ്പൂൺ അളവിൽ കടുക് കൂടെ ചേർത്ത് കൊടുക്കണം. ഇനിയിപ്പോൾ കടുക് നല്ലതുപോലെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 15 കൊച്ചുള്ളിയെ കട്ട് ചെയ്തതാണ് ചേർക്കാൻ പോകുന്നത്. കൊച്ചുള്ളിയെ ചേർത്ത് 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. കൊച്ചുള്ളി ചേർത്ത് തയ്യാറാക്കുമ്പോഴാണ് നമ്മുടെ തക്കാളി ഉലർത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. കൊച്ചുള്ളി ചേർത്തൊന്ന് വാടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് എരിവിനായിട്ടൊരു 3 പച്ചമുളക് കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി കറിവേപ്പിലയും കൊച്ചുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കണം. ഉള്ളിയെ നമുക്ക് അധികമൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. ഈ ഒരു പാകമായാൽ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ മുളക് പൊടി ചേർക്കണം. ഞാനിവിടെ 2 സ്പൂൺ അളവിലാണ് മുളക് പൊടി ചേർത്തിട്ടുള്ളത്. ഇനി മുളക് പൊടിയും കൂടി ചേർത്ത് ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. മുളക് പൊടിയൊക്കെ ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയെ കൂടിയാണ് ചേർക്കേണ്ടത്. തക്കാളി കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കണം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. 5 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ തക്കാളി ഉലർത്ത് നല്ലതുപോലെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കൂടെ തന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൂടി ചേർത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 സ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ഉലർത്തി ഇവിടെ റെഡിയാണ്. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര രുചികരമായിട്ടാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് നല്ലൊരു തക്കാളിയെ ഉലർത്തിയെടുത്തിട്ടുള്ളത്. ഈ ഒരു കറിയെ ഇഷ്ടമല്ലാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതും വയറു നിറയെ തന്നെ ചോറ് കഴിക്കാനും പറ്റുന്നതുമായ സിമ്പിൾ കറിയാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായ ഈ ഒരു കറിയെ നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം കഴിക്കാനും അതുപോലെ ദോശ, ഇഡ്ഡലി, ചപ്പാത്തി എന്നിവയുടെ ഒപ്പം സെർവ് ചെയ്യാനും വളരെ ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കറികളൊന്നും തന്നെ ഇല്ലാത്ത സമയത്ത് ഇതുപോലൊരു തക്കാളി കറി തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അത്രയ്ക്കും ടേസ്റ്റാണ്, ഏവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല രുചിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയുള്ള കൂട്ടുകാരെ. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെയും ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി, സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.